ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഫോർമുല 1 10 വർഷത്തിന് ശേഷം ഒരു ബ്രാൻഡ് ന്യൂ ടീം വരുവാണ്. മറ്റാരുമല്ല, ജനറൽ മോട്ടോഴ്സാണ് 2026 മുതൽ ഒരു ഫോർമുല 1 ടീമിനെ കൊണ്ടുവരുന്നത്. ബ്യൂയിക്ക്, ഷെവറലെറ്റ്, GMC, അതേപോലെ കാഡിലാക്ക് പോലെയുള്ള കമ്പനികൾ ഈ ജനറൽ മോട്ടോഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. കാഡിലാക്കാണ് F1 വരുന്നത്. ഒരു പുതിയ ഫോർമുല 1 ടീമിനെ സീറോയിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ക്രൂവിൻ്റെ ഹെൽപ്പ് വേണം. അതുപോലെ ഡ്രൈവേഴ്സിൻ്റെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് തന്നെ കാഡിലാക്ക് F1 ടീമിൻ്റെ സീനിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പഴയ റെനോയുടെ മാനേജ്മെൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ GM നല്ലൊരു എൻജിൻ പ്രൊവൈഡേഴ്സാണ്. പക്ഷേ ഫോർമുല 1 അവർ 2029 വരെ അവരുടെ പവർ ട്രെയിൻ കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് അവർ റേസ് ചെയ്യാൻ പോകുന്നത് ഫെറാറി എൻജിൻസും ഫെറാറി ഗിയർ ബോക്സും ഉപയോഗിച്ചിട്ടായിരിക്കും. എന്താകുമെന്ന് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് കാഡിലാക്ക് F1 ടീമിൻ്റെ ഡ്രൈവേഴ്സ് ആരാണെന്നുള്ളതാണ്. ഒരു പുതിയ ഫോർമുല 1 ടീമിനെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവർക്ക് എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഹെൽപ്പ് കിട്ടാമോ അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെ കാഡിലാക്ക് ചൂസ് ചെയ്തത് 2 വെറ്ററൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെയാണ്, വാൽട്ടറി ബോട്ടാസിനെയും സെർജിയോ പെരേസിനെയും. സെർജിയോ പെരേസിൻ്റെ കാര്യം ഇച്ചിരി ഡള്ളാണ്. കാരണം റെഡ് ബുള്ളുമായിട്ടുള്ള ആ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി ശോകത്തിലാണ്. വേറെ നോക്കുകയാണെങ്കിൽ റെഡ് ബുള്ള് പെരേസിനെ പുറത്താക്കിയത് നല്ല പെർഫോമൻസ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ റെഡ് ബുള്ളിൻ്റെ ഇപ്പോഴത്തെ സെക്കൻഡ് ഡ്രൈവേഴ്സിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ പെരേസ് എത്രയോ ബെറ്റർ ആയിരുന്നു. അടുത്ത ഡ്രൈവർ വാൽട്ടറി ബോട്ടാസ് അടിപൊളി ഡ്രൈവറാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. അതേപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് വിന്നിംഗ് ടീമിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ളൊരു ഡ്രൈവർ കൂടെയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബോട്ടാസ് ബോത്ത് മെഴ്സിഡസ് എഞ്ചിനിലും ഫെറാറി എഞ്ചിനിലും ഓടിച്ചിട്ടുണ്ട്. സെർജിയോ പെരേസും വാൽട്ടറി ബോട്ടാസും നല്ല എക്സ്പീരിയൻസ് ഉള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ഡ്രൈവേഴ്സാണ്. പക്ഷേ അപ്പം കാഡിലാക്ക് വിചാരിക്കുകയാണ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ഒരു റുക്കീനെ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ഒരു ഡ്രൈവറിനെ വെക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഇയറിൽ കാഡിലാക്ക് വരുന്നത് 11th ടീമായിട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കാഡിലാക്ക് F1 വരുന്നതോടുകൂടി നേരിട്ട് ഒരു കോമ്പറ്റീഷൻ കിട്ടാൻ പോകുന്നത് മെഴ്സിഡസിനായിരിക്കും. കാരണം ഈ മറ്റ് ടീമുകളുണ്ടല്ലോ, മക്ലാരൻ അല്ലെങ്കിൽ ഫെറാറി, ആ ടീമുകളെല്ലാം സൂപ്പർ കാറിലെ ഹൈപ്പർ കാർ മാനുഫാക്ചറേഴ്സാണ്. അപ്പോൾ അവർക്ക് മെഴ്സിഡസുമായിട്ട് ഔട്ട് ഓഫ് F1 ഒരു കോമ്പറ്റീഷൻ വരില്ല. റെഡ് ബുൾ ആയാലും അവർ ഡ്രിങ്ക്സ് മാനുഫാക്ചറേഴ്സാണ്. അപ്പോൾ അവർക്കും മെഴ്സിഡസുമായിട്ടൊരു കോമ്പറ്റീഷൻ വരില്ല. പക്ഷേ കാഡിലാക്ക് അങ്ങനെയല്ല. കാഡിലാക്ക് സെഡാൻസ്, ലക്ഷറി കാർസ് മാനുഫാക്ചറേഴ്സാണ്. അപ്പോൾ അവർക്ക് നേരിട്ട് മെഴ്സിഡസുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ വരും. അതുമാത്രമല്ല ഓഡിയോ അടുത്ത വർഷം F1 വരുന്നുണ്ട്. അപ്പം മെഴ്സിഡസിന് ഈ 2 ടീമുകളും നല്ലൊരു ഔട്ട് ഓഫ് F1 നല്ലൊരു കോമ്പറ്റീഷനാണ്.